ഞാനൊന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ ദോശ വേണമെന്ന് പറയുമ്പോ ഈ അമ്മ പുറത്തിനിട്ട് അടിച്ചു. പപ്പലാണ് പണ്ട് പുറത്തിനിട്ട് അടിക്കേണ്ടാണ്. പപ്പ വന്നിട്ട് അമ്മനോട് ചോദിക്കണം. നീ വേറൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയുടെ ദോശ വേണമെന്നല്ലേ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. എന്നാ വാ നമുക്ക് ചോദിക്കാം. ഇതെന്താ കയ്യിലെ ചട്ടോ? ദോശ ഇടാൻ വേണ്ടി പോവാ. അവനെ പുറത്തുനിന്ന് അടിച്ചേ. അവനാ അടി പോലെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാന്. അവൻ അടുക്കള കാട്ടിക്കൂട്ടി നിന്ന് പോയി നോക്കിയോ? കണ്ടോ നിങ്ങൾ അടുക്കള? ഞാൻ അവനോട് പറഞ്ഞു അവന് ദോശ വേണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു വിശക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു 2 മണിക്കൂറിൽ ഞാൻ ദോശ ചുട്ടു തരാം, നിങ്ങൾ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. ഉടനെ അതിന്റെ ദേഷ്യത്തിന് അവൻ അവിടെ കിടന്ന പാത്രം എല്ലാം വെച്ച് നിലത്തിട്ട് ഞാൻ അവൻ പറയാം അവസാനം അത് എന്നെ അറിയാതെ എന്റെ കൈ തട്ടിപ്പോയതാണ്. അതിന്റെ താഴെ വീണാണ് പാത്രമല്ല. ഞാൻ ഇതല്ലേ ഇതിനപ്പുറം നിൽക്കുന്ന തരാൻ വേണ്ടി പോയിരിക്കും. അമ്മക്ക് അങ്ങനെ സമയം വേണ്ട. അമ്മക്ക് ദോശയും പിന്നെ ചമ്മന്തിയും കറിയും എല്ലാം ഉണ്ടാക്കി തരും. മോനെ അത് വേണോ? ഒന്ന് ആലോചിച്ച് പോരെ. തീരുമാനമാക്കിട്ടേ പോകുള്ളൂ. എന്നോ അമ്മ ദോശയല്ല ഉണ്ടാക്കുന്നേ. ഇന്ന് ഞാൻ കപ്പയും ഇറച്ചിക്കറിയും ഉണ്ടാക്കാൻ പോകുന്നേ. ഈ പ്രാവശ്യം നല്ല ശതമാനമാണ് വിജയ ശതമാനം. എടി നീ ഇവിടെ ഇരിക്കാണ്ട് ആ കൊച്ചിനെ പോയിട്ട് സഹായിക്കത്തില്ല അടുക്കളയില്. അവൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആർക്കറിയാം. അവൻ സ്വയം എല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഞാൻ ഫ്രീ ആയിട്ട് ഒന്ന് വിശ്രമിക്കട്ടെ. അവൻ തന്നെ ഉണ്ടാക്കട്ടെ. ഞാൻ പോയി നോക്കട്ടെ. പപ്പാനെ വിളിക്കാം. പപ്പാടെ വെള്ളം ഊറ്റണ്ടേ. പപ്പാടെ വെള്ളം ഊറ്റും. പപ്പനെ സഹായിക്കണം. വാ.
സമയം ഇരിക്കുന്നു. അമ്മേ പപ്പ ഇതാ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ കറി. റെഡി ആയോ? അത് കപ്പയാണോ? കപ്പയാണോ നീ ആക്കിയത്? ഇതൊക്കെ ഉണ്ടാക്കിയല്ല. ഞാൻ സഹായിക്കാം. കുറച്ച് മതി, കുറച്ച് മതി. സ്പെഷ്യൽ ചിക്കൻ. അച്ഛനെയാണ് കൊച്ചിന് പാത്രത്തിൽ വന്നിരിക്കും. നമുക്ക് ഒന്നിച്ച് ചെയ്യാം. നിങ്ങൾ കഴിച്ചിട്ട് വേണ്ട വേണ്ട, നമുക്ക് ഒന്നിച്ച് തരാം. നിങ്ങൾ കഴിച്ച് നീ പാത്രം എടുത്തിട്ട് വാ. നിങ്ങൾ കഴിച്ച് ഫസ്റ്റ്. എന്നിട്ടേ പാചകം കൊച്ചു ചെയ്താൽ മതി കേട്ടോ മോനെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത അടുത്തോ ഇല്ല